നമസ്കാരം. നമ്മുടെ വയനാട് ദുരന്തം ഏകദേശം ഒന്ന് ഒതുങ്ങി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അവരുടെ അവസ്ഥ എന്താണെന്നുള്ളത് അവർക്കേ അറിയുള്ളൂ. നമ്മളൊക്കെ പല ആളുകളും സാധാരണ ജീവിതത്തിലേക്ക് വീണ്ടും മടങ്ങി വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും കഷ്ടപ്പെട്ട് വീടും സ്വത്തും വേണ്ടപ്പെട്ടവരൊക്കെ നഷ്ടപ്പെട്ട് വളരെയധികം ദുരന്തം അല്ലെങ്കിൽ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ സാഹചര്യത്തിൽ കുറേ ആളുകൾ കേരള ഗവൺമെന്റിനെ തന്നെ ചവിട്ടിത്താത്തി കുറേ രീതിയിലുള്ള സംസാരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അത് ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല, പുറത്തുനിന്നൊക്കെ പല പൈസ മേടിക്കുന്നുണ്ട്, കൂടാതെ നമ്മുടെ സി എം ഡി ആർ എഫിനെ, അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, ഇതിനൊക്കെ ചവിട്ടിത്താത്തിയിട്ട് അഖിൽമാരാറടക്കം ഒരുപാട് പ്രമുഖരടക്കം വന്നിട്ടുണ്ടായിരുന്നു. സാധാരണക്കാരൊന്നും അറിയാണ്ടേയും കുറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് രണ്ട് പ്രധാന ന്യൂസ് വന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് എനിക്ക് തോന്നിയത് ഒന്ന് ഇങ്ങനെയാണ്: വയനാട് മുണ്ടക്കൈ ദുരന്തം, മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 6 ലക്ഷം ധനസഹായം, അതിൽ 4 ലക്ഷം സി എം ഡി ആർ എഫിൽ നിന്ന്. അവിടെ ചർച്ച ചെയ്യേണ്ട ഒരു സാധനമുണ്ട്, അതിലേക്ക് വരാം. കൂടാതെ അടുത്തൊരു വാർത്ത എന്ന് പറയുന്നത് വയനാട് ദുരന്തബാധിതർക്കുള്ള വാടക തുക നിശ്ചയിച്ചു, പ്രതിമാസം 6000 രൂപ വരെ അനുവദിക്കും. ഇവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബന്ധുവീടുകളിലേക്ക് മാറുന്നവർക്കും തുക ലഭിക്കും. മനസ്സിലായി? ഇങ്ങനെ രണ്ട് വാർത്തകളാണ് വന്നിട്ടുള്ളത്. എന്താ പറയാ? ഇതെന്താന്ന് വെച്ചാലേ, ഇപ്പം സർക്കാർ ഈ പറയുന്ന സി എം ഡി ആർ എഫിലേക്ക് വരുന്ന പൈസ ഒക്കെ ജനങ്ങളിൽ കൊടുക്കുന്നുണ്ടോ, കിട്ടുന്നുണ്ടോ എന്നുള്ളൊക്കെ ഒരു സംശയം പൊതുജനങ്ങളില് സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട് പല ആളുകളും, പല ആളുകള്. അപ്പം അതിന് സർക്കാരിനെ മുന്നോട്ട് വെക്കുന്ന ഒരു ഉറപ്പാണ് എനിക്ക് തോന്നുന്നത്. അതിലിപ്പോ എന്താ വെച്ചാല് 6000 രൂപ വാടക കൊടുക്കുക, വീടാകുന്നത് വരെ ഉള്ള വാടക കൊടുക്കുന്നു. അത് ബന്ധുവീട്ടിൽ പോയാലും അവർക്ക് കിട്ടുന്നുണ്ട്. കാരണം ബന്ധുവീട്ടിൽ പോയാലും അവർക്ക് അതിൻ്റെതായ ചെലവുകളുണ്ടാകും. മാത്രമല്ല, ഒരു പക്ഷേ ഈ തുടക്കത്തിലെ പോലെ ആവണമെന്നില്ല, പിന്നീട് കുറെ ആകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായി എടുക്കുന്ന ആളുകളും ഉണ്ടാവും. പക്ഷെ ഈ 6000 രൂപ കിട്ടുമ്പോൾ അവരുടെ കാര്യങ്ങൾ അവർ തന്നെ ചെയ്യുമ്പോൾ അതിന് വലിയ ബുദ്ധിമുട്ടായിട്ട് ചിലപ്പോൾ ഫീൽ ചെയ്യാൻ സാധ്യതയില്ല. അപ്പൊ അങ്ങനെ ഒരു സേഫ്റ്റി അവർക്ക് അവിടെ വരാണ്ട്, ഒരു കംഫർട്ട് സോണിലായിരിക്കും അവർ ആ വീട്ടിലാണെങ്കിൽ നിൽക്കുക. പിന്നെ 6000 രൂപ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളിവിടെ കിട്ടും, അവിടെ എങ്ങനെയൊന്നും അറിയില്ല. നമ്മളിവിടെ 4000 രൂപ കൊടുത്താലും 4500 രൂപ കൊടുത്താലും അത്യാവശ്യം നല്ല വീട് കിട്ടും. 6000 രൂപയ്ക്ക് നല്ല വീട് കിട്ടും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്. അപ്പൊ അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള എമൗണ്ട് തന്നെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ മരിച്ചവരുടെ കുടുംബങ്ങൾക്കുള്ള 6 ലക്ഷത്തില് 4 ലക്ഷം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, സി എം ഡി ആർ. ബാക്കി 2 ലക്ഷം സർക്കാരിന്റെ പൊതുഖജനാവെന്നുള്ള പൈസയാണ്. അതൊരു പോസിറ്റീവാണ്. സർക്കാരിനാണെങ്കിൽ 6 ലക്ഷവും ഈ സി എം ഡി ആർ കൊടുക്കാം. പ്രത്യേകിച്ച് ഇത്തരത്തിൽ വലിയ വിമർശനമൊക്കെ വരുമ്പോ കണക്ക് വെച്ചത് മൊത്തം കൊടുത്തു കഴിഞ്ഞാൽ ആർക്കൊന്നും പറയാനില്ല. അങ്ങനെ കൊടുക്കരുത്. പൊതുഖജനാവിന് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പുറത്തുനിന്ന് ഫണ്ട് ചെയ്യാൻ കഴിയില്ല. സർക്കാർ ഒരു റോഡ് പണിയാന്നുണ്ടെങ്കിൽ ഈ പൊതുഖജനാവിന് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഈ നിലവിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള സമയത്തും പൊതുഖജനാവിൽ നിന്ന് ഇങ്ങനെ 2 ലക്ഷം മാറ്റിയിലേക്ക് വെക്കുന്നത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അതെ, അങ്ങനെ ചെയ്യുന്നുണ്ട്, വലിയ കാര്യം തന്നെ. കാരണം സി എം ഡി ആർ എഫിൽ ഇനിയും ചിലപ്പോൾ എമൗണ്ട് പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ട് സേവ് ചെയ്ത് അവിടെ വെക്കുന്നുണ്ട്. മൊത്തത്തിൽ ഒരു കാര്യം മാത്രം പറഞ്ഞിട്ട് അവർക്ക് വേണമെങ്കിൽ പറയാം, ഈ പറഞ്ഞ പോലെ കേരളത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തമാണ് സംഭവിച്ചിട്ടുള്ളത്, സോ അവർക്ക് ഇന്ന കാര്യങ്ങളൊക്കെ വെച്ച് വേണമെങ്കിൽ ചെയ്യാം. അതൊന്നും ചെയ്യാതെ ഈ പറഞ്ഞ പോലെ കേരളത്തിന്റെ പൊതുഖജനാവിൽ നിന്ന് 2 ലക്ഷം എടുക്കുക എന്നൊക്കെ പറയുമ്പോഴേ, സർക്കാർ സംവിധാനങ്ങൾ പൊതുവെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അത് വിമർശനങ്ങൾ ചില കാര്യങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ പോലും, ഇപ്പൊ KSEB 6 മാസത്തേക്ക് അവിടെ വൈദ്യുതി ബില്ല് ഈടാക്കില്ല എന്ന് പറഞ്ഞപ്പോ കുറെ ആൾക്കാർ പറഞ്ഞ കമന്റ്, കുറെ ആൾക്കാർ പറഞ്ഞെന്താ വെച്ചാല്, എല്ലാം മരിച്ചു പോയില്ലേ, വീടൊക്കെ പോയില്ലേ, പിന്നെ എന്തിനാ കറണ്ട് ബില്ലിന്റെ കാര്യം. അപ്പൊ അവിടെ മനസ്സിലാക്കുന്ന ആള് അവിടെ കറണ്ട് ബില്ല് അടക്കാതിരിക്കാം എന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ചാല്, അവിടെ ദുരിതം അനുഭവിക്കുന്നവരാണ്. അവർക്ക് ജോലിക്ക് പോകാൻ ഒരു പക്ഷെ മാനസികമായിട്ട് ഒരുപാട് സമയം എടുക്കും. പിന്നെ അവിടെ കച്ചവടം നടത്തുന്ന ആളുകളുണ്ട്, കടകളൊക്കെ പൊളിഞ്ഞു പോയി, അവരുടെ ജീവിതമാർഗം ഇല്ലാതായി, ഓട്ടോറിക്ഷയുള്ള ആളുകളുണ്ട്, ജീപ്പിലുള്ള ആളുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു വരുമാനം എത്ര കുറച്ച് സമയത്തേക്ക് വരുമാനം ഉണ്ടാവൂല. അതിനുള്ള സാഹചര്യം ഉണ്ടെങ്കിലും മാനസികമായിട്ട് അവർ ഒരുങ്ങിയിട്ടുണ്ടാവില്ല. അപ്പം അതൊക്കെ ഒരു പോസിറ്റീവാണ്. എല്ലാത്തിനെയും വിമർശിക്കുക എന്ന് പറയുന്നത് കുറച്ച് ആൾക്കാരുടെ സ്വഭാവമാണ്. അത് പ്രത്യേകിച്ച് ഇവിടെ പാർട്ടിയും രാഷ്ട്രീയം വരുമ്പോഴാണ് ഈ പ്രശ്നം. രാഷ്ട്രീയം നോക്കുമ്പോഴേ പ്രശ്നമുള്ളൂ. അല്ല, നോർമലായിട്ട് നമ്മൾ സാധാരണക്കാരായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ യാതൊരു വിഷയമില്ല. അത് അപ്പുറത്തെ രാഷ്ട്രീയം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറ്റം പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അത് ഇവരും മനുഷ്യർ തന്നെയാണ്, അവരുടേതായിട്ടുള്ള അവർക്ക് പവർ ഉണ്ട്, ശരിയാണ്. പക്ഷെ ആ പവർ വേണ്ട രീതിയിൽ തന്നെ വിനിയോഗിച്ചിട്ടുണ്ട്. ഒരിക്കലും അത് മിസ്യൂസ് ചെയ്തിട്ടില്ല. മര്യാദയ്ക്ക് എന്ത് ചെയ്യണോ അതിന്റെ മാക്സിമം അവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. 6 ലക്ഷം രൂപ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ശരിയാണ്, പൈസ കൊണ്ടൊന്നും ആവൂല. പക്ഷെ പൈസക്ക് പൈസ തന്നെ വേണം. അങ്ങനെയുണ്ട്. 6 ലക്ഷം എന്ന് പറയുന്നത് ഇവർക്കുള്ളൊരു സഹായമായിട്ടാണ് കൊടുക്കുന്നത്. അതെ, ഇനി ഇവർക്ക് വീടിനുള്ളതും സ്ഥലത്തിനുള്ളതൊക്കെ ഫണ്ട് വേറെ ഉണ്ടാവും. അതുപോലെ മറ്റു പാർട്ടികളും മറ്റു വ്യക്തികളൊക്കെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് പോലും അതിലും സർക്കാരിന്റെ ഇൻവോൾവ്മെന്റ് വന്നെങ്കിൽ അത് എന്ത് ചെയ്യൂ, മുന്നോട്ട് കറക്റ്റ് ആവുള്ളൂ. സ്കൂള് വേണം, അതിനൊക്കെ CMDRF ഫണ്ട് എടുക്കും.
ഇതുപോലെയുള്ള കുറച്ച് പൊതുവെ നമ്മളെ നാട്ടിലൊരു ദുരന്തം എന്തെങ്കിലും ഒരു വാഹനാപകടം വന്നാലോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ മറ്റേ പൊന്നാനി മറ്റേ ഇത് നടന്ന ബോട്ട് അപകടം, അപ്പൊ അതിലേക്കൊക്കെ പൈസ കൊടുക്കാറുണ്ട്, സഹായിക്കാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് പൊതുഖജനാവിൽ നിന്ന് ആ പൈസ കൊടുത്തിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലാക്കുന്നത്. അപ്പൊ എന്ന് വെച്ചാൽ വീടും അതുപോലെ സ്ഥലങ്ങളൊക്കെ വരും. അപ്പൊ അതിലേക്ക് വീണ്ടും കുറച്ചും കൂടി സഹായങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ഇത്തരത്തിൽ ഇവർ ചെയ്യുന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചെന്നിത്തല അടക്കം ഇതിലേക്ക് പണം കൊടുത്തിട്ടുള്ളത്. മറ്റു പാർട്ടിയിൽ നിന്നടക്കം പാർട്ടിയോ മറ്റു കാര്യങ്ങളോ ഒന്നും നോക്കാതെ ഇവർ സഹായിച്ചിട്ടുള്ളത്. പല പൈസ കൊടുത്തുള്ള നടന്മാരും നമ്മൾ പല പാർട്ടിയിൽ ആണ് എന്ന് വിശ്വസിച്ചിരുന്ന, പല പാർട്ടിന്റെയും പ്രോഗ്രാമിന് പോയിരുന്ന ആളുകളാണ്. ഇപ്പൊ കോൺഗ്രസിന്റെ പരിപാടിയിൽ പോയിരുന്നവരുണ്ട്, മറ്റു പല രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന ആളുകളുണ്ട്. ഇവരൊക്കെ ഇതിലേക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. അവരൊന്നും രാഷ്ട്രീയം നോക്കിയിട്ടില്ല. കാരണം ഈ CMDRF എന്ന് പറയുന്ന സാധനം അത്രയും സുതാര്യമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സാധനം ആയതുകൊണ്ടും അവര് അനാവശ്യമായിട്ട് 1 രൂപ അവിടുന്ന് എടുക്കില്ല എന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ. അല്ലാതെ അവർക്കൊന്നും കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇപ്പൊ 1 കോടി കൊടുത്ത ഒരാൾക്ക് അല്ലെങ്കിൽ പോട്ടെ 20 ലക്ഷം കൊടുത്ത ഒരാൾക്ക് ഡയറക്റ്റ് കൊടുത്താൽ പോരെ, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ട അത്രേ ഉള്ളൂ. ഡയറക്റ്റ് കൊടുക്കുന്ന ഒരിക്കലും പോസിബിൾ അല്ല. കാരണം ഇതിനൊരു എന്താ പറയാ നിയന്ത്രണം അല്ലെങ്കിൽ ഒരു നിയന്ത്രിക്കാൻ ആൾ അത് സർക്കാരിനോട് തന്നെ കഴിയും. ഒരു റോഡ് ഉണ്ടാക്കണമെങ്കിൽ ഒരു വ്യക്തി വിചാരിച്ചാൽ നടക്കൂല. അല്ല, പക്ഷെ പറഞ്ഞത് അതല്ല. അതൊക്കെ കറക്റ്റ് ആണ്. പക്ഷെ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം ഒരു കള്ളത്തരമാണ് അവിടെ നടക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യൂ ആരെങ്കിലും. അതാണ്. അപ്പൊ വെറുതെ കൊടുക്കൂല്ലോ, വിശ്വാസം വേണല്ലോ. ഇവർ ചെയ്യുന്നുള്ള വിശ്വാസം കൂടെ വേണല്ലോ. അത് മര്യാദക്ക് അങ്ങനെ നടക്കുള്ളൂ എന്നുള്ള വിശ്വാസമാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും വളരെ നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. വേണ്ടതിന്റെ ഇപ്പോ ആ 2 കാര്യത്തിൽ വളരെ നന്നായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. അതെ അതെ, ഇപ്പൊ ചെയ്യേണ്ട കാര്യം സർക്കാർ ചെയ്തിട്ടുണ്ട്. മാക്സിമം 1 വർഷം, അതിൽ 6 മാസം വരെ ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ ഇവർക്ക് സ്വന്തമായിട്ട് വീടോ അല്ലെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ടത് എന്താണോ അതുകൂടി തിരിച്ചു കൊടുക്കാൻ പറ്റിയാൽ അത് നല്ലൊരു നേട്ടം. അതെ 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 പറയാൻ പറ്റും. അതെ, ഈ കാര്യത്തിൽ അവർ നന്നായിട്ട് ചെയ്തു. ഇതുപോലെ സ്പോൺസർ ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് കോൺഗ്രസും UFയും അതുപോലെ ലീഗും പിന്നെ നമ്മുടെ ബോച്ചയും അടക്കമുള്ള ഒരുപാട് ആളുകൾ സ്ഥലം കൊടുക്കാൻ വീട് കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എല്ലാത്തിനെയും ഒന്ന് കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു എന്താ പറയാ ഒരു സഹായം എന്ന രീതിയിൽ വന്നാൽ അത് നമുക്ക് എല്ലാവർക്കും സന്തോഷമാണ്, അഭിമാനമാണ്, എല്ലാം.